മലയാള സിനിമാ ചരിത്രത്തിലെ വണ്ടർ ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉയരത്തിലേക്കാണ് മഞ്ഞുമ്മൽ ബോയ്സ് ബോക്സ് ഓഫീസിൻ്റെ കൈപിടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. റെക്കോർഡുകൾക്ക് മേൽ റെക്കോർഡുകൾ നേടിക്കൊണ്ടാണ് മലയാള സിനിമയുടെ സീൻ ഓരോ ദിവസവും മഞ്ഞുമ്മൽ ബോയ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും അധികം പണം വരുന്ന മലയാള സിനിമയായി മഞ്ഞുമ്മൽ ബോയ്സ് മാറിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. എന്നാൽ തമിഴകത്ത് മാത്രമല്ല, കർണാടകയിലും ബോയ്സ് ഇപ്പോൾ സീൻ മാറ്റുകയാണ്. കഴിഞ്ഞ ദിവസം വരെയുള്ള ട്രാക്കിംഗ് റെക്കോർഡുകൾ പ്രകാരം മഞ്ഞുമ്മൽ ബോയ്സ് 7.25 കോടിയോളം രൂപയാണ് കർണാടകയിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത്. ഇതോടെ കർണാടകയിൽ നിന്ന് ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള സിനിമ എന്ന റെക്കോർഡും ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സ് അടുത്ത ദിവസങ്ങളിൽ തന്നെ കർണാടകയിൽ 10 കോടി ക്ലബിൽ ഇടം നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന സൂചന. നോർത്ത് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ $1 മില്യൺ കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം എന്ന റെക്കോർഡും മഞ്ഞുമ്മൽ ബോയ്സ് കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. ആഗോളതലത്തിൽ മഞ്ഞുമ്മൽ ബോയ്സിനേക്കാൾ കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രങ്ങൾക്ക് പോലും സ്വന്തമാക്കാൻ കഴിയാതിരുന്ന നേട്ടമാണിത്. നോർത്ത് അമേരിക്കൻ കളക്ഷനിൽ ലൂസിഫറും 2018 ഉണ്ടാക്കിയ റെക്കോർഡുകൾ മഞ്ഞുമ്മൽ ബോയ്സ് നേരത്തെ തന്നെ തകർത്തിരുന്നു. ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി കളക്ഷനാണ് ചിത്രം ഇതുവരെ നേടിയിട്ടുള്ളത്. ആഗോള കളക്ഷനായി 140 കോടിയും ബോക്സ് ഓഫീസിൽ നിന്ന് മഞ്ഞുമ്മൽ ബോയ്സ് തൂക്കിയിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിൽ 1 ലക്ഷത്തിന് മുകളിൽ വോട്ടിംഗ് നേടുന്ന ആദ്യ മലയാള സിനിമ എന്ന നേട്ടവും ഇനി മഞ്ഞുമ്മലിലെ ബോയ്സിന് മാത്രം സ്വന്തമാണ്. മോളിവുഡിലെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ 3ാം സ്ഥാനത്താണ് മഞ്ഞുമ്മൽ ബോയ്സ് ഇപ്പോൾ. പൃഥ്വിരാജ്, സുകുമാരൻ, മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ ലൂസിഫറിനെ മറികടന്നാണ് യുവനിര അണിനിരുന്ന ഈ ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയത്. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ ആഗോള കളക്ഷൻ 127 കോടിയാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസത്തെ കളക്ഷനുകൾ പുറത്തു വന്നതോടെയാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഈ സൂപ്പർ താര സിനിമയായ ലൂസിഫറിനെ മറികടന്നത്. മോഹൻലാലിൻ്റെ തന്നെ പുലിമുരുകനാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2016 തിയേറ്ററുകളിലെത്തിയ പുലിമുരുകൻ 89.40 കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം അന്ന് നേടിയത്. വേൾഡ് വൈഡ് കളക്ഷനായി 145 കോടിയും ചിത്രം കൈകളിലാക്കിയിരുന്നു. അടുത്ത ദിവസത്തെ കണക്കുകൾ പുറത്തു വരുന്നതോടെ മഞ്ഞുമ്മൽ ബോയ്സ് പുലിമുരുകൻ്റെ ഈ റെക്കോർഡും പഴങ്കഥയാക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മോഹൻലാലും പുലിമുരുകനും സ്വന്തമാക്കിയ റെക്കോർഡ് 7 വർഷങ്ങൾക്ക് ശേഷം തകർത്ത സർവൈവൽ ത്രില്ലർ ചിത്രം 2018 ആണ്. ജൂഡ് ആൻ്റണി ഒരുക്കിയ 2018 പ്രളയം വന്നുപോയതുപോലെ ബോക്സ് ഓഫീസിനെ ആടി ഉലയിച്ച് മലയാളത്തിൽ നിന്നുള്ള ആദ്യ 200 കോടി ക്ലബ്ബ് എന്ന റെക്കോർഡും സ്വന്തമാക്കിയാണ് കളം വിട്ടത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായ 2018 വേൾഡ് വൈഡ് കളക്ഷൻ മാത്രം 176 കോടിയായിരുന്നു. അതേസമയം തമിഴ്നാട്ടിൽ ഇതിനകം 25 കോടി പിന്നിട്ട മഞ്ഞുമ്മൽ ബോയ്സിന് 4ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും മികച്ച ബുക്കിംഗ് തന്നെയാണ് ലഭിക്കുന്നത്. ഈ നേട്ടത്തോടെ ഈ വർഷം തമിഴ്നാട്ടിൽ നിന്ന് 25 കോടിയിലധികം രൂപ കളക്ഷൻ നേടുന്ന 3ാമത്തെ ചിത്രമായും മഞ്ഞുമ്മൽ ബോയ്സ് മാറി. ശിവകാർത്തികേയൻ നായകനായ അയലാൻ, ധനുഷിൻ്റെ ക്യാപ്റ്റൻ മില്ലർ എന്നിവയാണ് മറ്റ് സിനിമകൾ. രജനികാന്ത് കാമിയോ വേഷത്തിലെത്തിയ ലാൽസലം എന്ന ചിത്രത്തിന് പോലും ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ലെന്നതാണ് മഞ്ഞുമ്മലിൻ്റെ തമിഴ്നാട്ടിലെ ഈ സ്വീകരണത്തെ വ്യത്യസ്തമാക്കുന്നത്. സിനിമയുടെ തമിഴ്നാട്ടിലെ കളക്ഷൻ ഇനിയും എത്രത്തോളം മുന്നോട്ട് പോകും എന്നതിനെ ആശ്രയിച്ചാണ് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ലൈഫ് ടൈം കളക്ഷൻ നിൽക്കുന്നത്.